ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റസിയാസ് ഹെവൻലി മാത്സ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്ലേയിങ് കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ നമ്മൾ ടോസിങ് ഓഫ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോസിങ് ഓഫ് കോയിനും കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കണ്ടീഷൻ തന്നതിന് ശേഷം മറ്റൊരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്യുകയാണ്. 2 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ 2 ഈവൻസ് ഉണ്ട്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലും 2 ഈവൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ തേർഡ് ടോസ്. 3 തവണ ടോസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടോസിൽ നമുക്ക് ഹെഡ് കിട്ടണം. ആൻഡ് ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്, അതാണ് എഫ് എന്ന് പറയുന്ന ഈവൻറ്റ്. 3 തവണ ടോസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ടോസിൽ നമുക്ക് ഹെഡ് കിട്ടണം. ഓക്കെ, അപ്പം ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുമ്പോൾ 3 തവണ ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി, ഇങ്ങനെയായിരിക്കും. അതായത് മൊത്തം 8 സാമ്പിൾ പോയിന്റ്സ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ആൻഡ് ഹെഡ് ഓൺ തേർഡ് ടോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ്, അതായത് മൂന്നാമത്തെ ടോസിൽ ഹെഡ് വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ച് എച്ച് എച്ച്, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, ടി ടി എച്ച് എന്നായിരിക്കും. ഓക്കെ, ആൻഡ് എഫ് എന്ന് പറയുന്ന ഇവന്റ് അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇയുടെ പ്രോബബിലിറ്റി നോക്കിയിട്ട് പോവാം. അതായത് ഇയുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും? മൊത്തം സാമ്പിൾ സ്പേസിൽ 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. ഇ എന്ന് പറയുന്ന ഈവന്റിൽ 4 എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4/8 ആൻഡ് സിംപ്ലിഫൈഡ് ഫോം ഈസ് 1/2. ഓക്കെ, ഇനി എഫ് എന്ന് പറയുന്ന നമ്മുടെ ഈവന്റിന്റെ സാമ്പിൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഹെഡ് ഓൺ ഫസ്റ്റ് 2 ടോസസ്, ആദ്യത്തെ 2 ടോസിൽ ഹെഡ് കിട്ടണമെങ്കിൽ എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി എന്നായിരിക്കും. സോ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്തായിരിക്കും? 2/8 ആയിരിക്കും. 2/8നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്ന് പറയാൻ പറ്റും. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കേസിൽ 2 ഈവൻസ് പറഞ്ഞാൽ അവരുടെ ഇന്റർസെക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്റർസെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടീഷണൽ പ്രോബബിലിറ്റി എടുക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്റർസെക്ഷൻ 2 ഈവൻസ് സെറ്റ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെറ്റിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് വി ഗെറ്റ് ഇ ഇന്റർസെക്ഷൻ എഫ് ആസ് സെറ്റ് എച്ച് എച്ച് എച്ച്. അതായത് ഒരു സാമ്പിൾ പോയിന്റ് അതിലുള്ളൂ, അതായത് ഒരു എലമെന്റ് അതിലുള്ളൂ. ആൻഡ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/8 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ കിട്ടി, പ്രോബബിലിറ്റി ഓഫ് എഫ് കിട്ടി, പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കിട്ടി. ആൻഡ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്നാണ്. ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്നായിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ഈവൻസ് ഉണ്ട്. ഇ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 2 tails ആൻഡ് എഫ് അറ്റ്ലീസ്റ്റ് 1 tail. ഈ 2 വേർഡ്സ് അറ്റ്മോസ്റ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ്, ഇത് പ്രോബബിലിറ്റിയുടെ കേസിൽ എല്ലാ സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ഉള്ള ടേംസ് ആണ്. എന്താണ് അറ്റ്മോസ്റ്റ്, എന്താണ് അറ്റ്ലീസ്റ്റ് എന്നുള്ളത്? ഓക്കെ, അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വരെ എത്താം എന്നാണ് അർത്ഥം. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഇത്രയെങ്കിലും വേണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ്മോസ്റ്റ് 2 tails എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടിയത് എനിക്ക് 2 tails വരെ വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1 tail എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു ടെയിൽ, അതായത് മിനിമം ഒരു ടെയിൽ എങ്കിലും വരണം. അതായത് 1 ആവാം, അതിൽ കൂടുതലാകാം. അറ്റ്മോസ്റ്റിന്റെ കേസ് എന്താണ്? എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് താഴോട്ട് വേണം നമ്മൾ ആലോചിക്കാൻ. അത് അറ്റ്മോസ്റ്റ് 2 tails എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് 2 വരെ എത്താൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ കോയിൻ 3 times ടോസ് ചെയ്യുന്ന കേസിൽ നമുക്ക് കോയിനിൽ 3 times ടി 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 എന്ന് പറയുന്നത് എടുക്കാൻ പറ്റില്ല. കാരണം അറ്റ്മോസ്റ്റ് 2 tails ആണ്. ഏറ്റവും കൂടിയത് 2 tailേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 1 വരുന്ന കണ്ടീഷൻ എടുക്കാം, ടെയിൽസ് വരാത്ത കണ്ടീഷൻ എടുക്കാം, 2 tails വരുന്ന കണ്ടീഷൻ എടുക്കാം.
അറ്റ്ലീസ്റ്റ് വൺ ടെയിലിന്റെ കേസിൽ എന്തായിരിക്കും, 1 എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് ലീസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതിന് മുന്നിലോട്ടുള്ളത് എടുക്കാം. അതായത് 2 tails and 3 tails നമുക്ക് എടുക്കാൻ പറ്റും. എപ്പോഴാണ് കോയിൻ 3 തവണ ടോസ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസിൽ നിന്ന് നമുക്ക് ഇ എന്ന് പറയുന്ന ഈവന്റിന്റെ സെറ്റ് എന്തായിരിക്കും, എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ടി എച്ച് എച്ച് എന്നായിരിക്കും. ഓക്കെ, അതായത് അറ്റ്മോസ്റ്റ് 2 tails, അതായത് ഏറ്റവും കൂടിയത് നമുക്ക് 2 tail വരെ ആകാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടിയത് 2 tail. 2 tailൽ കൂടുതലായി ഒരു സാമ്പിൾ പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 7/8 ആണ്. കാരണം സാമ്പിൾ സ്പേസിൽ 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. ഇ എന്ന് പറയുന്ന ഈവന്റിൽ 7 എലമെന്റ്സ് ആണുള്ളത്, അതുകൊണ്ട്. ആൻഡ് എഫിന്റെ കേസ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 tail, ഒരു ടെയിലാണ് മിനിമം വരേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ടെയിൽ വരുന്ന കേസും 2 ടെയിൽ വരുന്ന കേസും 3 ടെയിൽ വരുന്ന കേസും എടുക്കാം. ടെയിൽ ഇല്ലാത്ത കേസ് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി, ഇതിലും 7 എലമെന്റ്സ് ആണുള്ളത്. സോ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് 7/8 തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ഈവൻസിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച് എന്നായിരിക്കും. അതായത് മൊത്തം 6 എലമെന്റ്സ് ആണ് ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഓക്കെ, സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് എന്തായിരിക്കും കിട്ടുക, 6/8 ആയിരിക്കും കിട്ടുക. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് ഞാൻ ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ നേരെ പ്രോബബിലിറ്റി ഓഫ് ഈ ഗിവൺ എഫിന്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ എനിക്ക് 6/7 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഇൻഡിപെൻഡന്റ് ഈവൻസും ടോസിംഗ് ഓഫ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് 3 coins are tossed. 3 coins നമ്മൾ ടോസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ചെയ്ത അതേ സാമ്പിൾ സ്പേസ് തന്നെയായിരിക്കും ഇതിൽ വരുന്നത്. ആൻഡ് ഇ എന്ന് പറയുന്ന ഈവന്റ് ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്. ആദ്യത്തെ കോയിൻ എന്ത് ചെയ്യണം, ഹെഡ് ആയിരിക്കണം. ആൻഡ് എഫ് എന്ന് പറയുന്ന ഈവന്റ് തേർഡ് കോയിൻ ഷോസ് എ ടെയിൽ. മൂന്നാമത്തെ കോയിൻ ഒരു ടെയിൽ ആയിരിക്കണം സൂചിപ്പിക്കുന്നത്. ആൻഡ് we have to prove that E and F are independent events. നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവൻസിന്റെ കേസിൽ മാത്തമാറ്റിക്കലി നമുക്ക് അവരുടെ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ഈവൻസ്, അതായത് ഇയും എഫും എന്ന് പറയുന്ന 2 ഈവൻസ് ഇൻഡിപെൻഡന്റ് ഈവൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസറിലേക്ക് പോവാം. ഇ എന്ന് പറയുന്ന സെറ്റ്, അതായത് നമ്മുടെ സാമ്പിൾ സ്പേസ് ആദ്യം നമ്മൾ എഴുതുക. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു സാമ്പിൾ സ്പേസ് മൊത്തം 8 സാമ്പിൾ പോയിന്റ്സ് ആണ് ഈ ഒരു സാമ്പിൾ സ്പേസിലുള്ളത്. ആൻഡ് നമ്മുടെ ഇ എന്ന് പറയുന്ന ഈവന്റ് എന്തായിരിക്കും, എച്ച് എച്ച് എച്ച്, അതായത് ഫസ്റ്റ് കോയിനിൽ ഹെഡ് ഉണ്ടായിരിക്കണം. എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 4 എലമെന്റ്സ് ആണ് ഇ എന്ന് പറയുന്ന ഈവന്റിലുള്ളത്. മൊത്തം 8 എലമെന്റ്സ് സാമ്പിൾ സ്പേസിലുണ്ട്. ആൻഡ് വി റൈറ്റ് 4/8 അല്ലെങ്കിൽ 1/2 as the answer. And എഫ് എന്ന് പറയുന്ന ഈവന്റ് എന്തായിരിക്കും, തേർഡ് കോയിൻ ഷോസ് എ ടെയിൽ. മൂന്നാമത്തെ കോയിൻ ഒരു ടെയിലിനെ കാണിക്കണം. ആൻഡ് എച്ച് എച്ച് ടി, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി ടി, ഇതായിരിക്കും നമ്മുടെ എഫ് എന്ന് പറയുന്ന ഈവന്റിന്റെ സെറ്റ്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു മൊത്തം 4 എലമെന്റ്സ് ഉണ്ട്. സാമ്പിൾ സ്പേസിൽ 8 സാമ്പിൾ പോയിന്റ്സ് ഉണ്ട്. ആൻഡ് വി ഗെറ്റ് 4/8 is equal to 1/2 as the probability of f. ഇനി നമുക്ക് ആരെ വേണം, ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഈവന്റിനെ വേണം. ആൻഡ് ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഈവന്റ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്, എച്ച് എച്ച് ടി പിന്നെ എച്ച് ടി ടി, ഈ 2 എലമെന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് വി ഗെറ്റ് പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു 2/8 ആൻഡ് ദ സിംപ്ലിഫൈഡ് ഫോം ഈസ് 1/4. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് എഫും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ്, അതായത് നമുക്ക് 1/2 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 1/4 ആണ്. ഈ 1/4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്ന ഈവന്റിന്റെ പ്രോബബിലിറ്റി തന്നെയാണ്.
സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡന്റ് ഈവൻസ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അടുത്തത് ബെയേഴ്സ് തിയറവും ടോസിംഗ് ഓഫ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And the question is, there are 3 coins. One is a two-headed coin, another is a biased coin, and the third is an unbiased coin. അതായത് നമ്മൾ 3 കോയിൻസ് ആണ് എടുക്കുന്നത്. ഒന്ന് two-headed coin ആണ്. two-headed coin എന്ന് പറഞ്ഞാൽ ആ കോയിന്റെ 2 ഫേസസും ഹെഡ് ആയിരിക്കും. ഓക്കെ, ബയാസ്ഡ് കോയിൻ, അൺബയാസ്ഡ് കോയിൻ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു കോയിൻ അൺബയാസ്ഡ് അല്ലെങ്കിൽ ഫെയർ ആണെന്ന് പറയണമെങ്കിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും ടെയിൽ കിട്ടാനുള്ള സാധ്യതയും സെയിം ആയിരിക്കണം. ആൻഡ് ബയാസ്ഡ് അല്ലെങ്കിൽ അൺഫെയർ കോയിൻ എന്ന് പറഞ്ഞാൽ ഹെഡിന്റെ പ്രോബബിലിറ്റിയും ടെയിലിന്റെ പ്രോബബിലിറ്റിയും സെയിം അല്ല. ഏതെങ്കിലും ഒരെണ്ണം വരാൻ ഇപ്പൊ ഹെഡ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ ആ കോയിനെ എനിക്ക് ബയാസ്ഡ് കോയിൻ അല്ലെങ്കിൽ അൺഫെയർ കോയിൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഇവിടെ ഒരു അൺബയാസ്ഡ് കോയിനും കൂടെ നമ്മൾ ടോസ് ചെയ്യുന്നു. അതിന്റെ കണ്ടീഷൻ പറയുന്നത് നമ്മൾ ടോസ് ചെയ്യുന്നതിന്റെ 75% ഹെഡ് വരാനാണ് ചാൻസ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദി 3 കോയിൻസ് ഇസ് ചൂസൺ അറ്റ് എ റാൻഡം ആൻഡ് ടോസ്റ്റ്. ഇതിൽ ഒരു കോയിൻ നമ്മൾ റാൻഡമായിട്ട് എടുത്ത് ടോസ് ചെയ്തപ്പോൾ അത് ഹെഡ് ആണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത കോയിൻ two-headed കോയിൻ ആവാനുള്ള ചാൻസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 കോയിൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടോസ് ചെയ്ത കോയിൻ ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഈവൻസിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. E1, E2, E3. E1 എന്ന് പറയുന്നത് കോയിൻ ടോസ്റ്റ് ഈസ് two-headed, E2 എന്ന് പറയുന്നത് കോയിൻ ടോസ്റ്റ് ഈസ് ബയാസ്ഡ്, ആൻഡ് E3 എന്ന് പറയുന്നത് കോയിൻ ടോസ്റ്റ് ഈസ് അൺബയാസ്ഡ്. ഈ 3 ഈവൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ 3 ഈവൻസിനും കോമൺ ആയിട്ടുള്ള മറ്റൊരു ഈവന്റ് ആണ് എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു കോയിൻ ചൂസ് ചെയ്തതിനു ശേഷം അത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കോമൺ ആയിട്ടുള്ള മറ്റൊരു ഈവന്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ഈവൻസിന്റെയും പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്യാം. ഈ E1, E2, E3 ഈ 3 ഈവൻസിന്റെ പ്രോബബിലിറ്റി 1/3 ആണ്. കാരണം എന്താണ്? 3 കോയിൻസിൽ നിന്നും ഓരോ കോയിൻസ് വീതമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എടുക്കുന്നത് two-headed കോയിൻ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 3-ൽ 1. ആൻഡ് എടുക്കുന്ന കോയിൻ ബയാസ്ഡ് ആകാനുള്ള ചാൻസ് എത്രയാണ്? 1/3 ആണ്. എടുക്കുന്ന കോയിൻ അൺബയാസ്ഡ് ആകാനുള്ള ചാൻസ് എത്രയാണ്? 1/3 ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3 ഇത്രയും ഡിസ്കസ് ചെയ്യാണ്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1, എ ഗിവൺ E2, എ ഗിവൺ E3 എന്ന് പറയുന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അതായത് ഈവന്റ് E1 എന്ന് പറയുന്ന ഈവന്റ് നടന്നതിന് ശേഷം ആ കിട്ടിയ കോയിൻ ഹെഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? അതായത് two-headed കോയിൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ബയാസ്ഡ് കോയിൻ ആണ് എടുത്തതെങ്കിൽ അതിൽ എനിക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസസ് എത്രയാണ്? പിന്നെ അൺബയാസ്ഡ് കോയിൻ ആണ് ഞാൻ എടുത്തതെങ്കിൽ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഈ 3 കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ two-headed കോയിനിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? two-headed കോയിന്റെ 2 സൈഡിലും ഹെഡ് ആണ്. അപ്പൊ എങ്ങനെ ടോസ് ചെയ്താലും നമുക്ക് ഹെഡ് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ 2/2 ചാൻസസ് നമുക്ക് 2/2 ആണ്, ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ആൻഡ് ഞാൻ സെക്കൻഡ് കോയിൻ ആയ അതായത് ബയാസ്ഡ് കോയിനിൽ 75% ഓഫ് ദ ടൈം ഹെഡ് ആണ് വരാൻ സാധ്യത. സോ എനിക്ക് 75/100 ഈസ് ഈക്വൽ ടു 3/4 എന്ന് എഴുതാൻ പറ്റും. തേർഡ് കോയിന്റെ കേസിൽ ഇറ്റ്സ് എ അൺബയാസ്ഡ് കോയിൻ, ഹെഡിന്റെയും ടെയിലിന്റെയും പ്രോബബിലിറ്റി സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ഫേസസ് ആണുള്ളത്, അതിൽ ഒരെണ്ണം വരാനുള്ള ചാൻസ്, അതായത് ഹെഡ് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഇതിൽ ഒരു കോയിൻ ചൂസ് ചെയ്തതിന് ശേഷം അത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയെങ്കിൽ അത് two-headed കോയിൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P ഓഫ് E1 ഗിവൺ A. അതായത് A എന്ന് പറയുന്ന ഈവന്റ് എന്താണ്? ഹെഡ് കിട്ടിയാൽ എടുത്തത് two-headed കോയിൻ ആകണം. അതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ബെയേഴ്സ് തിയറം അവിടെ യൂസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E3 എന്നാണ്. ഇത് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആൻഡ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/3 ഇൻറ്റു 1
divided by 1 by 3 into 1 plus 3 by 4 into 1 by 3 plus 1 by 2 into 1 by 3 എന്ന് കിട്ടും. And the final answer is 4 by 9. Our next question is probability that A speaks truth is 4 by 5. അതായത് A എന്ന് പറയുന്ന ഒരു ആളെ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. അയാള് സത്യം പറയാനുള്ള പ്രോബബിലിറ്റി സാധ്യത എന്ന് പറയുന്നത് 4 by 5 ആണ്. ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്തപ്പോൾ എ എന്ന് പറയുന്ന ആള് പറയാണ് ഹെഡ് ആണ് വന്നത്. സത്യം പറയാനുള്ള സാധ്യത എത്രയാണ്? 4 by 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കോയിന്റെ വശം എന്ന് പറയുന്നത് ഹെഡ് തന്നെ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ഈവൻസ് കൊടുക്കുകയാണ്. ഇവിടെ സാധ്യതയുള്ള ഈവൻസ് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ആള് ഹെഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പം E1 എന്ന് പറയുന്ന ഈവന്റ് ഞാൻ കൊടുക്കുകയാണ്. ഗെറ്റിംഗ് എ ഹെഡ്, കിട്ടുന്നത് ഒരു ഹെഡ് തന്നെ ആയിക്കോട്ടെ. ആൻഡ് E2 എന്ന് പറയുന്ന ഈവന്റ് എന്താണ്? ഗെറ്റിംഗ് എ ടെയിൽ. അതായത് ഹെഡ് ആവാനുള്ള സാധ്യതയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹെഡ് ആവാം, ആവാതിരിക്കാം. ആവാതിരിക്കുക എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? വി ഗെറ്റ് എ ടെയിൽ, റൈറ്റ്? ആൻഡ് ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു ഈവന്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് എ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ട് ചെയ്തത് എന്താണ്? ഹെഡ് ആണ് വന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് എ റിപ്പോർട്ട്സ് ഹെഡ് ഒക്കേർഡ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ E1ഉം E2ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹാസ്റ്റീവ് ആണ്. അതായത് ഇവർക്ക് ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല. അതേപോലെ ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും സെയിം ആണ് ആൻഡ് ഈസ് ഈക്വൽ ടു 1 by 2. ഇനി പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ E1, അതായത് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഒക്കേർഡ് ആൻഡ് എ റിപ്പോർട്ട്സ് ദാറ്റ് ഹെഡ് അപ്പിയേഴ്സ്. ഓക്കെ, അതായത് ഹെഡ് തന്നെയാണ് വന്നത്. എ റിപ്പോർട്ട് ചെയ്തത് എന്താണ്? ഹെഡ് വന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് E1 എന്ന് പറയുന്ന ഈവന്റ് നടന്നതിന് ശേഷം എഫ് എന്ന് പറയുന്ന ഈവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് ആക്ച്വലി നമുക്ക് ഹെഡ് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എ പറയുന്നു ഹെഡ് തന്നെയാണ് വന്നത്. അതിൻ്റെ ഉള്ള പ്രോബബിലിറ്റി, അതായത് അതിന്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന ആൾ എന്ത് പറഞ്ഞു? സത്യം പറഞ്ഞു എന്നാണ് അർത്ഥം. എ ടെൽസ് ട്രൂത്ത് ആൻഡ് എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 by 5 എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ E2, അതായത് എനിക്കിപ്പോൾ കിട്ടിയത് ടെയിൽ ആണ് കിട്ടിയത്. ആൻഡ് എ റിപ്പോർട്ട്സ് ദാറ്റ് ഹെഡ് ഒക്കേർഡ്. എ എന്ന് പറയുന്ന ആള് പറഞ്ഞത് എന്താണ്? ഹെഡ് ആണ് കിട്ടിയത്. പക്ഷെ ആക്ച്വലി നമുക്ക് കിട്ടിയത് എന്താണ്? ടെയിൽ ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ആള് എന്ത് പറയുകയാണ്? കള്ളത്തരം പറയാണ്. അതായത് എ ടെൽസ് ലൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു ഈവന്റ് നടന്നില്ല എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. സെയിം ഇൻ ദ കേസ്. അതേപോലെ തന്നെ ഇവിടെ 1 മൈനസ് 4 by 5 ഈസ് ഈക്വൽ ടു 1 by 5. അതായത് എ സത്യം പറയാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അതിനെ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി ആയ 1ൽ നിന്ന് കുറച്ചാൽ നമുക്ക് എ കള്ളം പറയാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എഫ്. എന്താണ് E1 ഗിവൺ എഫിന്റെ അർത്ഥം? അതായത് എ പറയുകയാണ് ഹെഡ് വന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഹെഡ് തന്നെ വരാനുള്ള ചാൻസസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ ബെയേഴ്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ probability of f given E1 into probability of E1 divided by probability of f given E1 into probability of E1 plus probability of f given E2 into probability of E2. And നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്. 4 by 5 into 1 by 2 divided by 4 by 5 into 1 by 2 plus 1 by 5 into 1 by 2. And നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് 4 by 5 ആണ്. ക്ലിയർ? ഇനി നമ്മൾ റാൻഡം വേരിയബിൾ പിന്നെ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ടോസിംഗ് ഓഫ് കോയിനും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആൻഡ് അവർ ക്വസ്റ്റ്യൻ ഈസ്
X is a random variable. X എന്ന് പറയുന്ന random variable which denotes the number of heads obtained when a coin is tossed 3 times. ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഹെഡിന്റെ എണ്ണമാണ് X എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. ഈ ക്വസ്റ്റ്യനിലെ റാൻഡം വേരിയബിൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ, അതായത് ഈ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് ടി ടി, ടി എച്ച് എച്ച്, ടി എച്ച് ടി, ടി ടി എച്ച് ആൻഡ് ടി ടി ടി. അതായത് മൊത്തം 8 സാമ്പിൾ പോയിന്റ്സ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ആൻഡ് എക്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണെങ്കിൽ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം. ചിലപ്പോൾ ഞാൻ 3 തവണ ടോസ് ചെയ്യുമ്പോഴും എനിക്ക് ഹെഡ് കിട്ടാതിരിക്കാം. അതായത് എക്സിന്റെ വാല്യൂ 0 വരാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ഹെഡ് കിട്ടാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 1 വരാം. ചിലപ്പോൾ 3 തവണ ടോസ് ചെയ്യുമ്പോൾ 2 തവണ എനിക്ക് ഹെഡ് വരികയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 2 വരാം. ചിലപ്പോൾ 3 തവണയും ഹെഡ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 3 വരാം. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആർ 0, 1, 2 ആൻഡ് 3. നമുക്ക് ഈ ഓരോ വാല്യൂസിലുമുള്ള എക്സിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇപ്പോൾ എക്സ് ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹെഡ് കിട്ടുന്നില്ല. പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് നോക്കുമ്പോൾ അറിയാം ഹെഡ് കിട്ടാത്തത് ഒരേ ഒരു സാമ്പിൾ പോയിന്റ് മാത്രമാണ്. അപ്പൊ മൊത്തം 8 സാമ്പിൾ പോയിന്റ്സിൽ ഒരേ ഒരു എണ്ണം എന്ന് പറയുന്നത് നോ ഹെഡ്, ടി 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 എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റ് ആണ്. സോ 1/8 ആണ് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്കൽ ടു 1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഹെഡ് കിട്ടുക. ഒരു ഹെഡ് കിട്ടുന്ന കേസ് മൊത്തം നമ്മുടെ സാമ്പിൾ സ്പേസിൽ 3 എണ്ണം ഉണ്ട്. ടോട്ടൽ സാമ്പിൾ സ്പേസിൽ 8 എലമെന്റ്സ് ഉണ്ട്. സോ 3/8 ആണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്കൽ ടു 1. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്വൽ ടു 2 നോക്കുക. അതായത് നമുക്ക് 2 ഹെഡ്സ് കിട്ടുക. 2 ഹെഡ്സ് കിട്ടുന്ന 3 കേസസ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ളത്. സോ 3/8 ആണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്വൽ ടു 2. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസിക്വൽ ടു 3 എന്ന് പറയുന്നത് 3 ഹെഡ്സ് കിട്ടുന്നത് ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ. സോ 1/8 ആണ് എക്സ് ഈസിക്വൽ ടു 3യുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ എക്സിന്റെ പ്രോബബിലിറ്റി 1/8 ഉം, എക്സിന്റെ വാല്യൂ 1 ആവുമ്പോൾ എക്സിന്റെ പ്രോബബിലിറ്റി 3/8 ആൻഡ് എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ എക്സിന്റെ പ്രോബബിലിറ്റി 3/8 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 3 ആവുമ്പോൾ എക്സിന്റെ പ്രോബബിലിറ്റി 1/8 ആണ്. ആൻഡ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് മീൻ ആണ്. അതായത് മീൻ നമ്മൾ ന്യൂ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് മീനിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നും വിളിക്കാൻ പറ്റും. ആൻഡ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ പി ഓഫ് എക്സ് ഐ. ആൻഡ് ഇൻഡിവിജ്വലി നമ്മൾ ഓരോ റാൻഡം, അതായത് ആ റാൻഡം വേരിയബിളിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും അതിന്റെ പ്രോബബിലിറ്റീസിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യണം. സം ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ കിട്ടുന്നത്. ആൻഡ് ഫസ്റ്റ് ഈസ് 0 ഇൻറ്റു 1/8 പ്ലസ് 1 ഇൻറ്റു 3/8 പ്ലസ് 2 ഇൻറ്റു 3/8 പ്ലസ് 3 ഇൻറ്റു 1/8. ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ് 3/2 എന്നാണ് കിട്ടുന്നത്. ആൻഡ് മീൻ കിട്ടിയാൽ ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. മൊത്തം 4 ഇക്വേഷൻസ് ആണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് അതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ എല്ലാ ക്വസ്റ്റ്യനിലും കംഫർട്ടബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എക്സ് സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ എക്സ് ആണ്. എക്സ് സ്ക്വയറിന്റെ കേസിൽ എക്സ് സ്ക്വയർ ആയിട്ട് മാറും. സോ 0യുടെ സ്ക്വയർ 0 ഇൻറ്റു 1/8, 1ന്റെ സ്ക്വയർ 1 ഇൻറ്റു 1/8, 2ന്റെ സ്ക്വയർ ആയ 4 ഇൻറ്റു 3/8 പ്ലസ് 3യുടെ സ്ക്വയർ ആയ 9 ഇൻറ്റു 1/8 ഈസ് ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ 3/4 എന്നാണ്.
നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോയിൻ ഈസ് ബയാസ്ഡ് സോ ദാറ്റ് ദ ഹെഡ് ഈസ് 3 times ആസ് ലൈക്ലി ടു ഒക്കർ ആസ് ടെയിൽ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബയാസ്ഡ് കോയിൻ ആണ്. ഒരു ബയാസ്ഡ് കോയിനെ സംബന്ധിച്ച് നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ഹെഡും പ്രോബബിലിറ്റി ഓഫ് ടെയിലും സെയിം അല്ലാതിരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രോബബിലിറ്റി മറ്റൊന്നിനേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് ഇവിടുത്തെ കേസിൽ എന്താണ് പറയുന്നത്, ഹെഡിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ടെയിലിന്റെ പ്രോബബിലിറ്റിയുടെ 3 times ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ കോയിൻ നമ്മളൊരു 4 വട്ടം ടോസ് ചെയ്താൽ നമുക്ക് 3 times ഹെഡും 1 time മാത്രമായിരിക്കും ടെയിലും കിട്ടുന്നത്. ആൻഡ് ഇഫ് ദ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്, നമ്മൾ ഇത് 2 വട്ടമാണ് ടോസ് ചെയ്യുന്നത്. ആൻഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ടെയിൽസ്. അതായത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന നമ്പർ ഓഫ് ടെയിൽസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ആൻസർ എഴുതാം. ഫസ്റ്റ് നമ്മൾ സാമ്പിൾ സ്പേസ് എടുത്തതാണ്. 2 വട്ടമാണ് ടോസ് ചെയ്യുന്നത്. സോ HH, HT, TH ആൻഡ് TT ഇത്ര എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കുക. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഹെച്ചിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 times ദ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് H ഈസ് ഈക്വൽ ടു 3 into പ്രോബബിലിറ്റി ഓഫ് ടെയിൽ. ഇനി നമുക്ക് ഹെച്ചിന്റെ പ്രോബബിലിറ്റിയും വേണം ടെയിലിന്റെ പ്രോബബിലിറ്റിയും വേണം. ഹെച്ചിന്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും, 3/4 ആണ്. ടെയിലിന്റെ പ്രോബബിലിറ്റി 1/4 ആണ്. കാരണം 3 വട്ടം ടെയിൽ ടോസ് ചെയ്യുമ്പോഴാണ് ഒരു ഹെഡിന്റെ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 4 വട്ടം ടോസ് ചെയ്താൽ 3 വട്ടം ഹെഡ് കിട്ടുമെന്നും 1 വട്ടം മാത്രം ടെയിൽ കിട്ടും എന്നും പറയാൻ പറ്റും. സോ പ്രോബബിലിറ്റി ഓഫ് H ഈസ് ഈക്വൽ ടു 3/4 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ഈസ് ഈക്വൽ ടു 1/4. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ടെയിൽസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ടെയിൽസ് ആണ്. ആൻഡ് നമ്മൾ 2 വട്ടമാണ് കോയിൻ ടോസ് ചെയ്യുന്നത്. സോ എക്സിന്റെ പോസിബിൾ വാല്യൂസ് 0, 1, 2 ആയിരിക്കും. കാരണം എന്താണ്, ചിലപ്പോൾ 2 ടോസിലും വരാതിരിക്കാം, ചിലപ്പോൾ ഒരെണ്ണത്തിൽ വരാം, ചിലപ്പം 2ലും വരാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എക്സ് ഈസിക്കൽ ടു 0യുടെ പ്രോബബിലിറ്റി നോക്കാം. അപ്പം എക്സ് ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് നോ ടെയിൽസ്, അതായത് ടെയിലുകൾ ഇല്ലാത്ത അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെയിലുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2 പ്രാവശ്യം ടോസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് ഹെഡ് ആണ്. അപ്പൊ 2 വട്ടവും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 3/4 into 3/4 ഈസ് ഈക്വൽ ടു 9/16 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എക്സ് ഈസിക്കൽ ടു 1ന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ 2 വട്ടം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 1 തവണ ഹെഡ് കിട്ടുന്നു. ഓക്കെ, ചിലപ്പോൾ അത് ആദ്യത്തെ ടോസിലായിരിക്കാം, ചിലപ്പോൾ അത് 2ാമത്തെ ടോസിലായിരിക്കണം. അപ്പൊ 2 ചാൻസസും കൺസിഡർ ചെയ്യുക. അതായത് ഫസ്റ്റ് ടോസിൽ കിട്ടുന്നു, സെക്കൻഡ് ടോസിൽ കിട്ടുന്നില്ല, ആൻഡ് ഫസ്റ്റ് ടോസിൽ കിട്ടുന്നില്ല ആൻഡ് സെക്കൻഡ് ടോസിൽ കിട്ടുന്നു. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ 3/4 into 1/4 plus 1/4 into 3/4 ഈസ് ഈക്വൽ ടു 6/16 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അടുത്ത കണ്ടീഷൻ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2, അതായത് 2ലും ടെയിൽസ് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 into 1/4 ഈസ് ഈക്വൽ ടു 1/16 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, എക്സിന്റെ വാല്യൂ 0 വരുമ്പോൾ നമുക്ക് 9/16 ആണ് പി ഓഫ് എക്സ് കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ 1 വരുമ്പോൾ 6/16 ആണ് കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ 2 വരുമ്പോൾ 1/16 ആണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബെർണോളീസ് ട്രയൽസും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് അവർ ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് 10 times, നമ്മൾ 10 തവണ ടോസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 6 ഹെഡ്സ്. കൃത്യം നമുക്ക് 6 തവണ ഹെഡ് കിട്ടണം. രണ്ടാമത്തത് അറ്റ്ലീസ്റ്റ് 6 ഹെഡ്സ്, അതായത് മിനിമം 6 ഹെഡ്സ് എങ്കിലും കിട്ടണം. മൂന്നാമത്തത് അറ്റ്മോസ്റ്റ് 6 ഹെഡ്സ്, അതായത് നമുക്ക് 6 ഹെഡ്സ് വരെ ആകാം. ഈ 3 കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. ആൻഡ് ഫെയർ കോയിൻ ആണ് ഇവിടെ ടോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബെർണോളീസ് ട്രയൽ ആണ് വന്നിരിക്കുന്നത്. ബെർണോളീസ് ട്രയലിന്റെ കേസിൽ നമുക്ക് എന്നിനൊരു വാല്യൂ വേണം, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ വേണം, സക്സസ് വേണം, ഫെയിലിയർ വേണം, സക്സസിന്റെ പ്രോബബിലിറ്റി വേണം, ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി വേണം. സോ നമുക്കിവിടെ എന്നിന് വാല്യൂ ഉണ്ട്, n ഈക്വൽ ടു 10 എന്നാണ്. ഇവിടെ നമ്മുടെ 3 ക്വസ്റ്റ്യനും ഹെഡ്സുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ് എന്ന് കൊടുക്കാം.
ഓക്കെ, എൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു 10 ആണ്. ആൻഡ് സക്സസ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം, നമുക്ക് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഹെഡ് കിട്ടുക എന്നതാണ് എൻ്റെ സക്സസ്. അതായത് പി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്മോൾ പി, അതായത് സക്സസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. കാരണം നമ്മൾ പി എന്ന് പറയുന്നത് സ്മോൾ പി ആൻഡ് സ്മോൾ ക്യൂ എന്ന് പറയുന്നത് സിംഗിൾ ട്രയൽസിലുള്ള സക്സസിന്റെയും ഫെയിലിയറിന്റെയും പ്രോബബിലിറ്റി ആണ്. ഒരു കോയിൻ നമ്മൾ ഒരു തവണ ടോസ് ചെയ്യുമ്പോൾ സക്സസ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2ഉം ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. സോ അതുകൊണ്ട് പിയുടെ വാല്യൂ 1/2 ആണ്, ക്യൂയുടെ വാല്യൂ 1/2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ വേരിയബിളിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പി റേസ് ടു എക്സ് എന്നാണ്. എന്നിന്റെ വാല്യൂ 10 ആണ്, പിയുടെ വാല്യൂ 1/2 ആണ്, ക്യൂവിന്റെ വാല്യൂ 1/2 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അനുസരിച്ച് നമുക്ക് എക്സിന്റെ സ്മോൾ എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, നമുക്കത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 6 ഹെഡ്സ് എന്നാണ്. അപ്പൊ അവിടെ നമുക്കിനി വേറെ ചിന്തിക്കാനുള്ള ഒന്നുമില്ല, എക്സിന്റെ വാല്യൂ 6 ആയിരിക്കണം. ആൻഡ് ഇക്വേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് 10cx 1/2 the whole raised to 4 1/2 the whole raised to 6. 4 വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, n മൈനസ് എക്സ് എന്ന് വന്നത് കൊണ്ടാണ്. അതായത് 10 മൈനസ് 6 ഈസ് ഈക്വൽ ടു 4. ആൻഡ് ആൻസർ എന്ന് പറയുന്നത് 105 ഡിവൈഡഡ് ബൈ 512 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 6 ഹെഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം 6 ഹെഡ്സ് എങ്കിലും വരണം. മൊത്തം 10 തവണയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോസ് ചെയ്യുന്നത്. അപ്പൊ മിനിമം 6 തവണ ഹെഡ്സ് വരിക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 6ഉം വരാം, അതിനേക്കാൾ കൂടിയ നമ്പേഴ്സും വരാം. 10 തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം, 10 വരാം. സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും, is equal to probability of x is equal to 6 plus probability of x is equal to 7 plus probability of x is equal to 8 plus probability of x is equal to 9 plus probability of x is equal to 10. ഇത് നമ്മൾ എന്താണ് NCX p raised to x q raised to n minus x ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഓരോ പ്രോബബിലിറ്റീസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇപ്പം x is equal to 6ന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10c 6 1/2 the whole raised to 4 1/2 the whole raised to 6 plus x is equal to 7ന്റെ പ്രോബബിലിറ്റി 10c7 1/2 the whole cube into 1/2 the whole raised to 7 plus x is equal to 8ന്റെ പ്രോബബിലിറ്റി 10c8 1/2 the whole square 1/2 the whole raised to 8 plus x is equal to 9ന്റെ പ്രോബബിലിറ്റി 10c9 1/2 the whole raised to 1 into 1/2 the whole raised to 9 plus x is equal to 10ന്റെ പ്രോബബിലിറ്റി 10c10 1/2 the whole raised to 0 into 1/2 the whole raised to 10 എന്നാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ആൻസർ 193 ഡിവൈഡഡ് ബൈ 512 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ നേരിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പിയും ക്യൂവും സെയിം ആണ്, 1/2 ആണ്. ഓക്കെ, അപ്പം ഈ ഓരോ ടേംസും പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6ന്റെ അകത്ത് നമ്മൾ 1/2 റേസ് ടു 4 1/2 റേസ് ടു 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 റേസ് ടു 10 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഓരോ ടേംസിലും 1/2 the whole raised to 3 into 1/2 the whole raised to 7 എന്ന് പറഞ്ഞാലും 1/2 the whole raised to 10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 the whole raised to 10 എന്ന് പറയുന്ന ടേം ഈ 5 ടേംസിൽ നിന്നും കോമൺ എടുത്തതിന് ശേഷം 10c6 plus 10c7 plus 10c8 plus 10c9 plus 10c10 ഇത് ആഡ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഓക്കെ, നമുക്ക് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താലും മതിയാകും. ആൻഡ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 6 ഹെഡ്സ് എന്നാണ്. അതായത് ഏറ്റവും കൂടിയത് 6 ഹെഡ്സ് വരെയാണ്, അതായത് അവിടെ വരെ ആകാമെന്നാണ്. അതിപ്പോൾ 6 വരാം, 6നേക്കാൾ കുറവും വരാം. അപ്പോൾ നമ്മൾ എഴുതി പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഓർഡറിൽ എഴുതി പോവുക. x is equal to 6 plus probability of x is equal to 5 plus probability of x is equal to 4 plus probability of x is equal to 3 plus probability of x is equal to 2 plus probability of x is equal to 1 plus probability of x is equal to 0. ഇത്രയും കണ്ടീഷൻ ആണ്. അതായത് x is equal to 0 ഇവിടെ എടുക്കാൻ കാരണം എന്താണ്, ചിലപ്പോൾ ഹെഡ്സ് എന്ന് പറയുന്നത് വരാതിരിക്കാം എന്നുള്ള കണ്ടീഷനും കൂടെ നമ്മൾ എടുക്കണം, അതുകൊണ്ടാണ്.
ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10c6 1/2 the whole raised to 4 into 1/2 the whole raised to 6 plus x is equal to 5 probability 10c5 1/2 the whole raised to 5 1/2 the whole raised to 5 plus x is equal to 4 probability 10c4 1/2 the whole raised to 6 1/2 the whole raised to 4 plus x is equal to 3 probability 10c3 1/2 the whole raised to 7 into 1/2 the whole cube plus x is equal to 2 in the probability 10c2 1/2 the whole raised to 8 1/2 the whole square plus x is equal to 1 in the probability 10c1 1/2 the whole raised to 9 into 1/2 the whole raised to 1 plus x is equal to 0 the probability 10c0 1/2 the whole raised to 10 into 1/2 the whole raised to 0 and the final answer is 53/64. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 1/2 എന്ന് പറയുന്ന ടേമിന്റെ പവേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 the whole raised to 10 എന്നാണ് കിട്ടുന്നത്. ആ ഒരു ടേമിനെ നമ്മൾ ഈ ഒരു ഹോൾ ഇക്വേഷന്റെ ഓരോ ഇൻഡിപെൻഡന്റ് ടേംസിൽ നിന്നും കോമൺ എടുത്തതിന് ശേഷം 10c6 plus 10c5 plus 10c4 plus 10c3 plus 10c2 plus 10c1 plus 10c0 ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ 53/64 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ടോസിംഗ് ഓഫ് കോയിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു സെക്ഷൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഞാൻ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. ബൈ. അസ്സലാമു അലൈക്കും.